പബ്ലിക്കിൽ കുറച്ച് ദിവസം കൊണ്ട് മസ്റൂറ ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രിവാൻഡ്രമുള്ള ബീൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ എന്നെ കുറിച്ചിട്ട് പല അസഭ്യങ്ങളും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിനകത്ത് കുറേ പേർക്ക് എന്തോ നമുക്ക് എൻ്റെ ജീവിതത്തിൽ ജീവിച്ചിരുന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സരിതയോ ഇങ്ങനൊരു ഷഹാനെ അങ്ങനെയൊന്നും ഒരു സ്ത്രീയും നമ്മളറിവിൽ ബിന്ദുവിൻ്റെ അറിവിലുമില്ല, എൻ്റെ അറിവിലുമില്ല. അപ്പോൾ എവിടെന്നെങ്കിലും ഒരു സ്ത്രീ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ മറ്റു കാര്യങ്ങളും പേഴ്സണലി ഉള്ള കാര്യങ്ങളും ഒരു സ്ത്രീയുടെ കാര്യങ്ങളും പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഷംസുവിൻ്റെ വെറും ഒരു ഫ്രണ്ട് അല്ല. നമുക്ക് പിന്നെ മൊബൈലൊന്നും ചെക്ക് ചെയ്യാനും ഭർത്താക്കന്മാരെ മൊബൈൽ ചെക്ക് ചെയ്യാനുള്ള ടൈമും ഇല്ലായിരുന്നു. നമുക്ക് കുട്ടികളെ വളർത്തലും നമ്മുടെ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മുടെ ഭാര്യയും ഭർത്താവിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ കാര്യമാണ് അവൾ പറയുന്നത്. അവൾക്കൊരു ഉളുപ്പ് വേണം. പിന്നെ നീ ഇത്ര CID പണി നടക്കാൻ നിന്റെ സഹോദരനല്ലായിരുന്നു ഞാൻ കെട്ടിയത്. ഞാൻ ബിന്ദുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു അറിവുണ്ടാ? ഇല്ലടി, എനിക്ക് അറിയില്ലടാ പൊന്നാന്നാണ് അവള് പറഞ്ഞത്. ഇപ്പോൾ ഷംസ് മരിക്കുന്നതിന് മുമ്പാണെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് അതിനകത്ത് യാതൊരു പങ്കുമില്ല. അതെനിക്ക് പടച്ചോനും അറിയാം. പിന്നെ നമുക്കൊരു മോനുണ്ടായതാണ്. അതിനിപ്പോൾ എങ്ങനെ ആയാണെങ്കിലും എന്താണെങ്കിലും നിനക്കെന്താടി നീ കണ്ട കുടുംബജീവിതം, നീ കാരണം സ്നേഹതീരത്തിൻ്റെ കുടുംബജീവിതത്തിൽ പല വെല്ലുവിളികളോയി. നീ ആദ്യം പറഞ്ഞ് നിനക്ക് മൊബൈൽ മാത്രമേ തന്നിട്ടുള്ളൂ. നീ അപ്പോഴത്തേക്ക് ഇൻസ്റ്റാഗ്രാം വഴി കോൺടാക്ട് ചെയ്ത് കണ്ട ആണുങ്ങളെ നിന്ന് മേടിച്ചതെല്ലാം എന്നിട്ടാണ് എരന്നിട്ട്. അപ്പം മറ്റവരെല്ലാവരും വീടിന് വേണ്ടി അതും ഇത് കാലം തെളിയിക്കും. സത്യം നിന്റെ മാപ്പിളയ്ക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് നീ കിടന്ന് ഈ ലീലാവിലാസങ്ങൾ കാണിക്കുന്നത്. ഇസ്ലാം മതത്തിൻ്റെ പേരിലും പല കാര്യത്തിൻ്റെ പേരിലും. നിന്റെ അടുത്ത് ഞാൻ വേണ്ട 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 എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ സകല എവിഡൻസോട് കൂടിയേ വരുള്ളൂ. എവിടെയെങ്കിലും കിടക്കണം, എവിടെയെങ്കിലും വാട്സപ്പിൽ വോയിസ് അയച്ചെന്ന് പറഞ്ഞേ അതെൻ്റെ ഷംസുവിൻ്റെ കൂട്ടുകാരി ആവണമെങ്കിൽ ഷംസുവിൻ്റെ എന്തെങ്കിലും ഒരു തെളിവ് അവളെ കയ്യിൽ വേണം. ഷംസു അവളും കൂടെ സംസാരിച്ച വോയിസോ ബാക്കി കാര്യമോ വല്ല കാര്യമോ വേണം. പിന്നെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നമ്മളെ ഇടപാട് തീർന്ന് ബാക്കി കാര്യങ്ങളെല്ലാം തീർന്നതാണ്. ഇനി അല്ലെങ്കിൽ എന്തോ ആയിക്കൊണ്ട് പോട്ടെ, നിന്റെ മാപ്പിളേരോ നിന്റെ കുടുംബത്തിൻ്റെയോ ആരും അല്ലല്ലോ ഷംസുവിനെ കല്യാണം കഴിച്ചതും ബാക്കി കാര്യം. എൻ്റെ കൂടെ ജീവിച്ചിട്ടല്ലേ നമുക്കൊരു കുട്ടി ഉണ്ടായത്. ഞാൻ ബീനെ നിനക്ക് സ്നേഹതീരം മൊബൈൽ തന്നു, ഓക്കെ. അദ്ദേഹം ഇന്ന് അനുഭവിക്കുന്ന വേദന നിനക്കറിയാമോ? സ്നേഹതീരം എന്ന് പറയുന്ന മനുഷ്യൻ. ഞാൻ അദ്ദേഹത്തിൻ്റെ വോയിസ് പബ്ലിക്കിൽ ഇടാത്തതേ. ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പിന്നെ തിരിച്ചിങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു തെറ്റ് പറ്റിപ്പോയി. നീ കാരണം അസൂറാത്ത, അഷ്കറുക്ക, സ്നേഹതീരം എത്ര പേരെ കുടുംബജീവിതമാണ് നീ കാരണം ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ട് നശിപ്പിക്കുന്നത്. നിനക്ക് എന്തിൻ്റെ കേടാടി പെണ്ണേ? ഇതിലും ഭേദം നീ പോയങ്ങ് എന്തെങ്കിലും അങ്ങ് ചെയ്തൂടെ? ഞാൻ റബ്ബർ വിളയിലേ നിന്റെ വീട്ടുകാർ ടോർച്ചടിച്ച് തരാൻ വേണ്ടിയിട്ടല്ല ഞാൻ റബ്ബർ വിളയിൽ ഇറങ്ങി ചാടിയത്. എൻ്റെ മക്കളെ വയറ് വീപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിന്നെയൊക്കെ പോലെയുള്ള കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട്. അതിലെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ ഇവൻ എന്നെ കൺവിൻസ്, ഇവൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഈ രണ്ടാമത്തെ ഭർത്താവിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അതായത് റബ്ബർ തോട്ടത്തിൽ ജോലിക്ക് പോകുന്ന ഇവളെ ഒരു തുണി പോലും ഇല്ലാതെ അവിടുത്തെ നാട്ടുകാർ പിടിച്ചിട്ടുണ്ട്. അത് ഈ സനോഫർ കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഇയാൾ എന്നെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കാൻ ശ്രമിച്ച ഒരു കാര്യമാണ്. വല്ലാഹി അയാൾ എന്നെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കാൻ പറഞ്ഞ കാര്യമാണ്. നീ അത് പറഞ്ഞു വീഡിയോ ചെയ്യൂ, നീ അത് പറഞ്ഞു വീഡിയോ ചെയ്യൂ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് തെളിവുകളില്ലാത്ത കാര്യത്തിനെ കുറിച്ച് ഞാൻ സംസാരിക്കൂല എന്നാണ്. മസ്റൂറ ഫാത്തിമ ചാനൽ നെയിം, പിന്നെ നജില നജി. ഞാനും റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നു. പിന്നീട് എനിക്ക് അത് പാവമായിട്ട് തോന്നി. തെറ്റുകൾ കാണുമ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിക്കണം, നമ്മുടെ തെറ്റുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. അപ്പം നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് അങ്ങനത്തെ ഒരു സംഭവം കിട്ടുമ്പോൾ അതങ്ങനല്ല ഇങ്ങനെയെന്ന് നമ്മളെ അറിവ് വെച്ച് നമ്മൾ പറയും. അവർക്കത് തിരുത്തണമെങ്കിൽ തിരുത്താം, ഇല്ലെങ്കിൽ തിരുത്തണ്ട. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമുക്ക് പറഞ്ഞു തരണം അത് അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറഞ്ഞുതരാം. അത് ഓക്കെ, അതവിടെ കഴിഞ്ഞു. പക്ഷേ സുബ്ഹാനല്ലാ, 2 പെണ്ണുങ്ങൾ 2 ചാനലിലൂടെ മക്കളെ കുഞ്ഞിൻ്റെ പിതൃത്വം മുതൽ ഭർത്താവ് ആരാണെന്നും എന്താ പറയുക ഉടുതുണി ഇല്ലാതെ ഇങ്ങനെയുള്ളതും അങ്ങനെയുള്ളതും ഈ വിളിച്ച് പറഞ്ഞ് ഇനി കിട്ടാനില്ല. കാരണം പബ്ലിക്കിന് രസമുള്ളത് കൊടുത്തെങ്കിലേ പബ്ലിക് വരുള്ളൂ. അപ്പോൾ പബ്ലിക്കിനെ കിട്ടണമെങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടത്? അതിനനുസരിച്ചുള്ള രസമുള്ള സംഭവങ്ങൾ ഇട്ട് കൊടുക്കണം. പക്ഷെ അതൊരു കാര്യമുണ്ട്, ഇത് നമുക്ക് നല്ല രസത്തിലുള്ള കഥകളാക്കിയിട്ട് എടുക്കാൻ പറ്റും. അതും പബ്ലിക്കിന് ഇഷ്ടമായിരിക്കും. പക്ഷെ ഒരു വ്യക്തിനെ, പ്രത്യേകിച്ച് ഒരു വിധവനെ, ഒരു സ്ത്രീനെ, വിധവായിട്ടുള്ള ഒരു സ്ത്രീനെ, മക്കളെ പോറ്റി കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീനെ നമ്മൾ എത്രമാത്രം നമ്മൾ ഇകഴ്ത്തി പറയുന്നോ അത്രത്തോളം നാളെ നമ്മളെ അവസ്ഥയിൽ വരും. അത് മനസ്സിലാക്കണം. അവർ എന്ത് ചെയ്യുന്ന അവരായാലും നമ്മളായാലും ചെയ്യുന്നത് നമ്മൾ അനുഭവിക്കുമല്ലോ. കർമ്മഫലം എന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് നമ്മൾ അനുഭവിക്കും. ഞാൻ 6 വർഷത്ത് നിൽക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് തുടങ്ങിയതെന്നല്ല, കഴിഞ്ഞ വർഷം തുടങ്ങിയിട്ടാണ്. അപ്പോൾ അന്ന് തുടങ്ങിയ ഇത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം. എത്രയോ ദിവസങ്ങളും മാസങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. ഒരാളെ തന്നെ ഹരാസ് ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ചെറിയൊരു സംശയം ഇല്ലാതില്ല, ഇവർ രണ്ടാളും ഒത്തിട്ടുള്ള പരിപാടിയാണോ എന്നൊരു തോന്നൽ. സംഭവം എന്താ വെച്ചാല് ഇതിങ്ങനെ മെഗാ സീരിയലായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അറ്റല്ലേ, എവിടെയെങ്കിലും ഒരു അവസാനം വേണ്ടേ? അവസാനമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം സിമ്പിൾ കാര്യങ്ങളായി, പിന്നെ ചാരിറ്റി അവിടെ നിന്നാണ് തുടങ്ങി, പിന്നെ പൈസ വാങ്ങണതിനെ പറ്റി തുടങ്ങി, പിന്നെ അങ്ങനെ തുടങ്ങി, പിന്നെ എന്താ പറയുക, അപ്പോൾ എത്തി ഉടുതുണി അയക്കൽ തുടങ്ങി. അവിടെ വരെ എത്തി.
ഇത് പറയാനും പെണ്ണുങ്ങൾക്ക് നാണല്ല, അത് മറ്റുള്ളവരോട് അവതരിപ്പിക്കുന്നതും അതിനൊരു നാണല്ല. ഇതൊരു നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നമുക്കിത് ഇങ്ങനെയുള്ളതെന്ന് പറയാൻ പറ്റണ്ടേ. എന്നെ പോലെ ഒരു സ്ത്രീനെ കുറിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നതെന്നുള്ള നമ്മൾ പറയാൻ കുറച്ചൊരു ഇതുണ്ടാവും. പക്ഷെ ഈ വസ്ത്രത്തിൻ്റെ ഇതൊക്കെ ഇങ്ങനെ സംഭവം ഇങ്ങനെ അവരുടെ ബാക്ക്ഗ്രൗണ്ട്, ആർക്കാണ് ബാക്ക്ഗ്രൗണ്ട് ഇത്ര ക്ലിയർ ആയിട്ടുള്ളത്? എല്ലാവരും ബാക്ക്ഗ്രൗണ്ടിൽ പോയാലും ഇങ്ങനെ അല്ലെങ്കിൽ വേറെ രീതിയിലുണ്ടാവും, ആ രീതിയിലും വേറെ രീതിയിലുണ്ടാവും, ചീഞ്ഞ് നാറിയിട്ടോ അല്ലാതെയും ഒക്കെ ഉണ്ടാവും. കാരണന്മാർ തോണ്ടി വെക്കലുണ്ടാവും. ആരും പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല, എല്ലാവർക്കും തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റും, മനുഷ്യരിൽ തന്നെ സാറിനില്ല. പക്ഷേങ്കിൽ ഒരു സ്ത്രീൻ്റെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വിളിച്ച് കൂടി പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണ്ടേ, നമുക്കും മക്കളുണ്ട്, നമ്മളും സ്ത്രീയാണെന്നുള്ളത്, നാളെ നമ്മളെ ഇടയിൽ കഴിഞ്ഞിട്ട് അത് പോവുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കണ്ടേ. അപ്പോൾ ഇത് തെറ്റുകുറ്റങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിച്ച് പറയുകയാണെങ്കിൽ അതിനൊരു അർത്ഥമുണ്ട്, അല്ലെങ്കിൽ അതിനൊരു അന്തസ്സുണ്ട്. ഇത് അതൊന്നല്ല പറയുന്നത്. ഇത് കേട്ട് നമ്മൾ മടുത്ത് 1-2 പ്രാവശ്യമൊന്നുമല്ല, ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കണം, ലൈവായിട്ടും വീഡിയോ ആയിട്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത് ആരെ പ്രശ്നമാണ്? ആ പ്രശ്നത്തിനുള്ള ആൾ എവിടെ നിൽക്കുന്നത്? അവർക്കൊരു മഹലില്ലേ? അവർക്കൊരു പഞ്ചായത്തില്ലേ? അവർക്ക് അയൽവാസികളില്ലേ? അവർക്ക് ബന്ധങ്ങളില്ലേ? ഇവർക്കാർക്കും പ്രശ്നമില്ലാത്ത പ്രശ്നം മറ്റുള്ളവർക്ക് എന്ത് പ്രശ്നം? അതെന്ത് പ്രശ്നമുള്ളത്? അപ്പം നമ്മളാലെ കഴിയുന്നത് എന്താ വെച്ചാൽ അത്യാവശ്യത്തിന് എന്താ ഒന്ന് തോണ്ടി പറഞ്ഞിതാക്കി ഓക്കെ. പക്ഷെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും കൂടുതൽ പറയും. ഒരാളെ തന്നെ കണ്ടന്റ് ഇല്ലെങ്കിൽ ഇല്ല, എത്രയോ കണ്ടന്റ് ഇതേപോലെ നമുക്ക് വേറെ രീതിയിൽ പറയാം. പക്ഷെ ഒരു പെണ്ണിനെ തന്നെ ചവിട്ടി താത്തി നമുക്ക് കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മേലേക്ക് പോവുക, നമ്മൾ വളരാൻ വേണ്ടിയിട്ട് വേറൊരു ജീവനെ, വേറൊരു ഫാമിലിനെ, വേറൊരു സ്ത്രീയെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതൊരു എത്ര ഒരു ഇതാണല്ലേ. ഞാൻ പറഞ്ഞു, എനിക്ക് 2 പേരെയും ഒരു വിഷയമല്ല, ഒരു 2 ആളോടും എനിക്ക് ഒരു വിരോധവും ഇല്ല. അങ്ങനെയുള്ള ഒരു ഇതിൽ ഞാൻ ഈ സ്റ്റോറി എനിക്ക് കുറെ ആയി കാണുന്നത്, എവിടെയെങ്കിലും ഒന്ന് വെച്ച് അവസാനിപ്പിച്ചാൽ നന്നായിരുന്നു എന്ന് തോന്നുന്നു. അത് ഞാനാണ് തീരുമാനിച്ചു. എന്റെ പേര് കോയാണ്. ഞാനാണ് തിരുത്തും. എന്റെ മല പേര് തുത്തുമ്പാന്നാ. ഗർഭിണിയായി നമ്മൾ പ്രസവിച്ച് 10 മാസം കഴിഞ്ഞ് നമ്മൾ പ്രസവിക്കുന്നു. നമുക്ക് ആ കുഞ്ഞിന്റെ പിതൃത്വം അല്ലെങ്കിൽ പിതാവ് ആരെന്ന് നമുക്ക് വേറെ ആള് ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് പറയുമ്പോൾ വല്ലാത്തരുത്. എന്നോട് ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു കാര്യത്തിന് ഒരു നിലവാരം വേണം. ഇപ്പൊ നെജിലന്റെ കാര്യം എന്ന് പറഞ്ഞത് അന്താരാഷ്ട്ര കാര്യമൊന്നുമല്ലല്ലോ. അവർ ചെറിയൊരു ഫാമിലി കാര്യങ്ങൾ അത് നോക്കാനും അവരെ ബാക്കിയുള്ളവരുണ്ട്. നമ്മൾ ഒരുപാട് നോക്കണല്ലോ. കുറച്ച് കാര്യങ്ങൾ നമ്മളടുത്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന തന്നെയാണ്. അത് കഴിഞ്ഞ് അവിടെ പോയി അവരായി അവരെ പാടായി എന്തെങ്കിലും ആവട്ടെ. അപ്പൊ ഇത് എന്ന് അവസാനിക്കും? ഇത് വലിയ പരിപാടി ആക്കണ. അങ്ങക്ക് പറഞ്ഞാ മതി. സത്യം പറയണം, നിങ്ങൾ 2 ആളും കൂടെ കൂടിയുള്ള പരിപാടി ഉള്ളത്. ആര് വന്നാലും വേണ്ടിയില്ല. ആ ഉക്കുറ കൊസറാകൊല്ലി അങ്ങനെ ഈ വളപ്പൊക്കെ കാല് തീരുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വെക്കണ ചെമ്പിന്റെ വിറകും അനേക്കാരും വരുള്ളൂ. അപ്പൊ ആരെങ്കിലും ഒന്ന് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക, മനസ്സിലാണ്. അത് നല്ല മനസ്സായിരിക്കും. അതാണ് ഏറ്റവും ബെറ്റർ. ക്ഷമിച്ചു കൊടുക്കുക. ക്ഷമിക്കുന്നവന്റെ കൂടെയാണ് റബ്ബുള്ളത്. അത് പരാജയമല്ല, വിജയമാണ്.